ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തുടരുകയാണ്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റുന്ന ഒരു 2 ഭീഷണിയെങ്കിലും രാജ്യങ്ങൾക്ക് കൊടുക്കുക, അതിലൊന്ന് ഇന്ത്യക്കെതിരെയാകും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 0 തീരുവയാക്കിയാലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്നാണ് ട്രംപിൻ്റെ പ്രതികരണം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നു. മധു, എന്താണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സിലെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്ത്യയോടും ഈ പ്രധാനമന്ത്രിയോടും വളരെ അടുപ്പമാണെന്ന് പറയുകയും ഇന്നലെ അടിയിലൂടെ പാരവയ്ക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നും ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങളും ഭീഷണികളും ഒക്കെ തുടരുകയാണ്. അമേരിക്കയിലെത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇപ്പോഴുള്ള 25% തീരുവ വലിയ തോതിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഉയർത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴുള്ള ഈ 24 hours ഭീഷണി വന്നിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് 0% ആയിട്ട് തീരുവ ആക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യയുടെ എണ്ണ വാങ്ങുന്നിടത്തോളം കാലം ഇന്ത്യയുമായി തീരുവയിൽ ഒരു ധാരണയും ഉണ്ടാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0% ആയി കുറച്ചുകൊണ്ടുള്ള ഒരു ഓഫർ നൽകിയതായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എസ്കെനെ ഇപ്പോൾ 60% ഇന്ത്യ ഡ്യൂട്ടി അടിക്കുന്ന അല്ലെങ്കിൽ തീരുവ അടിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അത് 0% കുറയ്ക്കാമെന്നൊരു ഓഫർ ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതായിട്ട് ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് ഇതുവരെയും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആഗോള എണ്ണ വില സ്ഥിരപ്പെടുത്തുവാൻ ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് സഹായിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ആ പ്രതിനിധികളുടെ നിലപാട്. ഇന്ത്യയുടെ ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ ആഴ്ച റഷ്യ സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യ സന്ദർശിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. എസ്കെന് കഴിഞ്ഞ ഈ ജൂലൈ 31 മുതലാണ് ഇന്ത്യയും US തമ്മിലുള്ള ഈ ബന്ധം ഈ തീരുവയുടെ പേരിൽ വഷളാകാൻ തുടങ്ങിയത്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ റഷ്യയ്ക്കും അതുപോലെ അവരുടെ ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കും മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. മധു കൊട്ടാരക്കര, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത്ര നേരെ പോകുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണിത്. റഷ്യ നമ്മോടൊപ്പം നമ്മുടെ ചേരിതരാ നയം ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളപ്പോൾ തന്നെ റഷ്യ നമ്മുടെ ഒരു കൂട്ടാളി തന്നെയായിരുന്നു. എന്നാൽ അമേരിക്കയെ കൂടി ചേർക്കുന്ന പുതിയ കാലത്ത് റഷ്യയും അമേരിക്കയും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയാതെ വരുന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഈ അമേരിക്ക എന്ന് വരുന്നത്. മാത്രമല്ല ട്രംപ് നല്ല അത്യാവശ്യം ബിസിനസ് അറിയാവുന്ന ഒരു രാഷ്ട്രപതി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ നല്ല ഭാഷയിൽ ഇന്ത്യയോട് ബിസിനസ് സംസാരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ത്യയെ അങ്ങനെയൊന്നും അമർച്ച ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.